ഇവിടുന്നാണോ? രാവിലെ ഒരു കൊല നടത്താൻ പോവാണ് കേട്ടോ. വാഴക്കൊല മൂടിയിട്ടേക്കുന്നതാണ്. അമ്മച്ചിയുടെ പഴയ നൈറ്റി, ഞങ്ങളുടെ പഴയ ഷർട്ടുകൾ, ഇതൊക്കെ ഇട്ടാണ് വാഴക്കൊല ഇവിടെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള തൊടിയിൽ വാഴക്കൊല മൂടുന്നത് കേട്ടോ. ഇതാണ് മഞ്ചേരിക്കുള്ളൻ വാഴ. എന്തോ അത് എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഉണ്ടായിരുന്നു മോനെ. ഇതാണ് മഞ്ചേരിക്കുള്ളൻ വാഴ. നല്ല മധുരമാണ് കേട്ടോ. നല്ല മധുരം എന്ന് പറഞ്ഞാൽ നിങ്ങളത് കഴിച്ചാലേ വിശ്വസിക്കത്തുള്ളൂ. അത്ര മധുരമാണ് ഈ കൊല. ഒരു സെക്കൻഡ്. ഇനി എവിടെ കൊല നടത്താനുള്ളത്? അതായതാണെന്ന് നോക്കിയേ ചേട്ടായി. ആക്ച്വലി കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നിന്നെല്ലാം ഞങ്ങൾ വെട്ടി കൊടുത്തു വിട്ടത്. അപ്പം നമ്മുടെ തൊടിയിൽ, വീടിനോട് ചേർന്ന തൊടിയിൽ നിന്നൊക്കെ ഏതാണ്ട് തീർന്നു. ഇനി ഒരു 3-4 നിൽപ്പുള്ളൂ. അല്ല പിന്നെ പുതിയ കൊല വീണതൊക്കെ ആകണം. 5-5.5 മാസമാകുമ്പം കൊല വീഴുവേ. നമുക്കൊരു 8 മാസം ആകുമ്പോഴേക്കും കൊല വെട്ടാൻ പറ്റും. 1 വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വാടാ ഇവിടെ. നല്ല അനുസരണയുള്ള കൊലയാണല്ലോ. അതാണ്. വാവ്, കണ്ടാ? രണ്ടെണ്ണം മതിയല്ലേ? രണ്ടെണ്ണമാണ് അവർക്ക് വേണ്ടത്. നോക്കിക്കേ. നല്ല മധുരമാണ്, നല്ല സൂപ്പർ മധുരമാണ്. അത് പുഴുങ്ങുവാണെങ്കിലോ അതിലും മധുരമാണ്. അങ്ങനെ കൊല പാതകം കഴിഞ്ഞ് ഇനി കൊല തൂക്കാൻ പോവുകയാണ് ഞങ്ങൾ. 13 അല്ലേ? ആവറേജ് ഒരു കൊലയുടെ ഭാരമാണ് 13 കിലോ. നമുക്കിവിടെ മാക്സിമം 17.5 കിലോ വരെ കിട്ടിയിട്ടുണ്ട്. 17.5 കിലോ. അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ കൊടുക്കുകയാണെങ്കിൽ 17 കിലോ വരെ. ഇത് ആവറേജാണ് കേട്ടോ. ആവറേജ് 12-13 എന്തായാലും കിട്ടും. അതിലൊരു സംശയമില്ല. നമ്മളിവിടുന്ന് കൊല കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വിത്തും ആവശ്യമുള്ളവർക്ക് വിത്തും കൊടുക്കും. ഇവിടെ വന്ന് എടുത്തോണ്ട്. ഇപ്പോൾ ഈ കൊലയ്ക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് തൊടുപുഴയിൽ നിന്നാണ്. തൊടുപുഴ ഓലമറ്റത്തു നിന്നാണ് രാവിലെ കോൾ വന്നേ. അവരിവിടെ വന്ന് എടുത്തോളാമെന്ന് പറഞ്ഞു. നമ്മൾ പാലായിലാണ്. ഇവിടെ വന്ന് എടുത്തോളാമെന്ന് പറഞ്ഞു. ഒരു ചേട്ടനെ വിളിച്ചാൽ ലീവ് കഴിഞ്ഞ് പെങ്കൊച്ച് പോകുമ്പോൾ അതിന് കൊടുത്തു വിടാനിട്ട്. ഇനി കൊലയായിട്ടാണോ അതോ വറുത്ത് കൊടുത്തു വിടാനാണോ എന്ന് നമുക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു വറുത്ത് കൊടുത്തു വിടാനായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.